اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. ഏറ്റവും ആദരവും ബഹുമാനമുള്ള ഇഖ്വാനികളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമുക്ക് ഈ സുന്ദരമായ സദസ്സിൽ സംഗമിക്കാൻ അല്ലാഹു അവസരം നൽകി. നമ്മളെ ഇരുത്തവും നമ്മളെ ഈ കൂട്ടായ്മയൊക്കെ അല്ലാഹു തആല അവൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ തഹ്തിലായി ഖദമിലായി ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 90-ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയാണ്, കഫാ മിൻ ജസാഇഹി ഇയ്യാക അല ത്വാഅതി അൻ റളിയക ലഹ അഹ്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ഹിക്മത്താണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. കഫാ മിൻ ജസാഇഹി, പ്രതിഫലമായിട്ട്, ഇയ്യാക നിനക്ക് മതി. കഫാ മിൻ ജസാഇഹി ഇയ്യാക, പ്രതിഫലമായിട്ട് നിനക്ക് മതി. അല ത്വാഅത്തി, അല്ലാഹു തആലാക്ക് ഇബാദത്തെടുക്കുന്നതിൻ്റെ മേൽ അല്ലാഹുവിൽ നിന്ന് പ്രതിഫലമായിട്ട് നിനക്ക് മതി. അൻ റളിയക, നിന്നെ തൃപ്തിപ്പെടൽ, ലഹ, ആ ത്വാഅത്തിനിക്ക് അഹ്ലൻ, ഒരു അർഹനായിട്ട് അള്ളാഹു നിന്നെ തൃപ്തിപ്പെടുക എന്ന് മാത്രം മതി നിനക്ക് പ്രതിഫലമായിട്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹു നിന്നെ തെരഞ്ഞെടുത്തു. അള്ളാഹു ആ ഇബാദത്തിനക്ക് അർഹനായി നിന്നെ തൃപ്തിപ്പെട്ടു എന്നത് മാത്രം മതി നിനക്ക് പ്രതിഫലമായിട്ട്, വേറൊന്നും ആവശ്യമില്ല. നമ്മൾ സ്വർഗത്തിനെ ചോദിക്കുന്നുണ്ട്, ഒരുപാട് നിഅമത്തുകൾ ചോദിക്കുന്നുണ്ട്, പലതും നമ്മൾ ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മളെ പടച്ചതിൻ്റെ ഒരു ലക്ഷ്യം ഒരാൾ മനസ്സിലാക്കിയാൽ ഒരാൾക്ക് എന്ത് മതി? ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടിമയല്ലേ, എന്നെ എൻ്റെ റബ്ബ് ഒരടിമയായിട്ട് അംഗീകരിച്ചാൽ മതി എന്ന ഒരു ഉൾബോധം ഒരു മനുഷ്യനുണ്ടാവും. അത് മതി എന്നാണ് ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുന്നത്. കഫാ മിൻ ജസാഇഹി, പ്രതിഫലമായിട്ട് മതി, ഇയ്യാക നിനക്ക്, അല ത്വാഅത്തി ഇബാദത്തിന്റെ മേൽ, അൻ റളിയക ലഹ അഹ്ല, ആ ഇബാദത്തിനക്ക് അർഹനായിട്ട് അല്ലാഹു തആല നിന്നെ തൃപ്തിപ്പെട്ടു, നിന്നെ അംഗീകരിച്ചു, നിന്നെ പൊരുത്തപ്പെട്ടു എന്നത് മാത്രം മതി പ്രതിഫലമായിട്ട്, വേറൊന്നിൻ്റെ ആവശ്യമില്ല. കാരണം ഇതിന്റെ ഷറഹിൽ ബഹുമാനപ്പെട്ട ഷുർനൂബി തങ്ങൾ പറയുന്നുണ്ട്, നീ ആരുടെ ഖാദിമാണ്? പ്രപഞ്ചനാഥനാകുന്ന അള്ളാഹുവിന്റെ ഖാദിമായിട്ടാണ് അള്ളാഹു നിന്നെ തെരഞ്ഞെടുത്തത്. ഇപ്പോ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസില് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്യൂണാണെങ്കിലും ഒരു ക്ലർക്കാണെങ്കിലും അതിന് വലിയ സ്ഥാനമുണ്ട്.
സാധാരണ ഒരു ഓഫീസിലെ ക്ലർക്ക് പോലെയോ പ്യൂൺ പോലെയോ അല്ല ഒരു മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒക്കെ ഓഫീസിലെ പ്യൂണ്. അത് പ്യൂണാണെങ്കിലും അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്, പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ് എന്ന് പറയുമ്പോൾ അതിനൊക്കെ എന്തുണ്ട്, ഒരു പ്രത്യേക സ്ഥാനുണ്ട്. എന്നതുപോലെ നീ അള്ളാഹുവിന്റെ മാലിക്കുൽ മുൽക്കായ ലോകത്തിന്റെ രാജാതിരാജനായ അള്ളാഹുവിന്റെ ഖാദിമാണ്. അത് നിനക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ്. ആ അംഗീകരിക്കപ്പെട്ട ആളായി അള്ളാഹു നിന്നെ തെരഞ്ഞെടുത്തില്ലേ, അത് മതി നിനക്ക് പ്രതിഫലമായിട്ട്. ഇപ്പോ ഇതിന്റെ ഷറഹിൽ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട മുഖറബീങ്ങളാകുന്ന മലായിക്കത്തുകൾ അവര് സദാസമയവും ലാ യഅലമു അദദുഹും ഇല്ലല്ലാഹ്, ഓലെ എണ്ണം അല്ലാഹു തആലാക്ക് മാത്രമേ അറിയുള്ളൂ, വേറൊരാൾക്കും അറിയില്ല. അത്രയും കസീറാണ് മലായിക്കത്തുൽ കിറാം. ആ മലായിക്കത്ത് അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ഓലൊരു പെണ്ണിനെ മോഹിച്ചിട്ടാണ് ഇബാദത്ത് ചെയ്യണത്. ഒരു കുടുംബം അല്ലാഹു തആല തിരിച്ചിട്ടാണ് ഇബാദത്ത് ചെയ്യണത്. അതല്ല സ്വർഗം കൊടുക്കിച്ചിട്ടാണ് ഇബാദത്ത് ചെയ്യണത്. അതല്ല നരകത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് ഇബാദത്ത് ചെയ്യണത്. ഒന്നുമല്ല. അവർക്കിതൊന്നുമില്ല. ഈ ഒരു വിചാര വികാരങ്ങളൊന്നുമില്ല, ഒരാഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ എന്താണ് അവർ ഇബാദത്ത് എടുക്കുന്നത്? മഹാന്മാർ പറയുന്നു, അല്ലാഹു തആലാക്ക് തസ്ബീഹ് ചൊല്ലാനും അല്ലാഹു തആലാക്ക് വേണ്ടി നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും മലായിക്കത്തീങ്ങളാകുന്ന ഞങ്ങളെ അല്ലാഹു തആല തിരഞ്ഞെടുത്തല്ലോ എന്ന ഏറ്റവും വലിയൊരു പദവി അവർ ഹൃദയം കൊണ്ട് അംഗീകരിച്ച് തൃപ്തിപ്പെട്ടുകൊണ്ട് അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്യുക. അവർക്ക് അതിന്റെ ആവശ്യമല്ല. അല്ലാഹു ഞങ്ങളെ അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ തിരഞ്ഞെടുത്തല്ലോ, അല്ലാഹു തആലാക്ക് തസ്ബീഹ് ചെല്ലാൻ വേണ്ടി ഞങ്ങളെ തിരഞ്ഞെടുത്തല്ലോ, അള്ളാഹുവിന്റെ മുഖറബീങ്ങളാക്കിയല്ലോ ഞങ്ങളെ എന്നത് മാത്രം മതി അവർ പ്രതിഫലമായിട്ട്. വേറൊന്നും അവർക്കില്ല. അവർക്ക് സ്വർഗല്ല, നരകല്ല, അവർക്ക് കല്യാണങ്ങളില്ല, മറ്റു മോഹങ്ങളില്ല. അവരൊക്കെ വല്ലാത്ത സംതൃപ്തിയിലാണ്. എന്തിന്റെ പേരിലാണ് അവർക്ക് സംതൃപ്തി? അല്ലാഹു അവനക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ തിരഞ്ഞെടുത്തല്ലോ എന്ന വലിയ സംതൃപ്തിയിലാണ് അള്ളാഹുവിന്റെ മുഖറബീങ്ങളാകുന്ന മലായിക്കത്തുകൾ. ആ മലായിക്കത്തിനേക്കാളും എത്രയോ വലിയ ഉന്നതമായ പദവി അലങ്കരിക്കുന്ന ആളുകളാണ് ആര്? മനുഷ്യന്മാരാകുന്ന നമ്മൾ. മനുഷ്യന്മാരാകുന്ന നമ്മൾ ഉന്നതമായ പദവി അലങ്കരിക്കുന്ന ആളുകളാണ്. മുഖറബീങ്ങളാകുന്ന മലായിക്കത്തിനേക്കാൾ വലിയ പദവി അല്ലാഹു തആല നൽകിയ ആളുകളാണ് മനുഷ്യർ. ആ മനുഷ്യരെ അള്ളാഹുവിന്റെ അബ്ദായി അള്ളാഹു അംഗീകരിക്കുക, അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നമ്മളെ തിരഞ്ഞെടുക്കുക. അത് മതി. ഈ ലോകത്ത് എത്ര മനുഷ്യന്മാർ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം പോലും അള്ളാഹ് എന്ന് പറയാൻ കഴിയാത്ത ലോകത്തിന്റെ നായകൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഒരു പ്രാവശ്യം പോലും പറയാൻ കഴിയാത്ത, അല്ലെങ്കിൽ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അനിഷ്ടം കാണിക്കുന്ന എത്ര ആളുകൾ ഈ ലോകത്തുണ്ട്. ബിംബങ്ങളെ ആരാധിക്കുന്നവരില്ലേ, സൂര്യൻ ആരാധിക്കുന്നവരില്ലേ, ചന്ദ്രൻ ആരാധിക്കുന്നവരില്ലേ, എത്രയെത്ര ശില്പങ്ങൾ ആരാധിക്കുന്ന ആൾക്കാർ ലോകത്തുണ്ട്. അവരിലൊന്നിലും പെടുത്താതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാനും അള്ളാഹു നമ്മളെ തിരഞ്ഞെടുത്തു എന്നത് മതി നമുക്ക് എന്തായിട്ട് പ്രതിഫലമായിട്ട്. വേറൊന്നിനും ആവശ്യമില്ല എന്ന വലിയ ഒരു സന്ദേശമാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു തആല അപാരമായ തൗഫീഖ് കൊണ്ട് അനുഗ്രഹിച്ച ആളുകളാണ് ആര്? മനുഷ്യന്മാരാകുന്ന നമ്മൾ. ആ തൗഫീഖ് നമ്മൾ നിലനിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിഅമത്തുകൾ കൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് മൂടിയ ആൾക്കാരാണ് നമ്മൾ. അതിന് നമ്മൾ ശുക്ർ ചെയ്യാത്ത ഒരടിമയാകുമ്പോ, നന്ദി കാണിക്കാത്ത അടിമയാകുമ്പോ അല്ലാഹു ഒരുപക്ഷെ ആ നിഅമത്ത് പിൻവലിച്ചേക്കാം. ഒരു മുസ്ലിമായ ഉമ്മാക്ക് ജനിച്ചു എന്നതിൻ്റെ പേരിലോ, ഒരു മുസ്ലിമായ ഉപ്പയുടെ മകനായി ജനിച്ചു എന്നതിൻ്റെ പേരിലോ നമ്മുടെ ആഖിറത്ത് നന്നായിക്കൊള്ളണമെന്നില്ല, നമ്മുടെ ആഖിബത്ത് നന്നായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ആഖിബത്ത് അള്ളാഹുവിൻ്റെ കയ്യിലല്ലേ. അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാതെ അതിനെ ധിക്കാരപൂർവ്വം നമ്മൾ കണ്ടാൽ
ഒരു പക്ഷേ അല്ലാഹു തആല നിഅമത്ത് നമ്മളിൽ നിന്ന് എടുത്തു കളഞ്ഞേക്കാം. അവനേക്കാൾ വലിയ പരാജിതൻ പിന്നെ വേറെ ആരാള്ളത്? അത്രക്ക് മോശക്കാരൻ പിന്നെ ആരാള്ളത്? അപ്പോൾ ഒരു അടിമ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ റബ്ബ് എന്നെ അല്ലാഹു തആലാക്ക് വേണ്ടി തിരഞ്ഞെടുത്തല്ലോ. ഞാൻ എൻ്റെ റബ്ബിൻ്റെ സേവകനാണ്, ഞാൻ എൻ്റെ റബ്ബിൻ്റെ ഖാദിമാണ്. എത്ര വലിയ അംഗീകാരമാണ് എൻ്റെ റബ്ബ് എനിക്ക് തന്നത് എന്ന ഒരു വലിയ ബോധമാണ് ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാവേണ്ടത്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് സറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ, ഒരു അബ്ദ്, 3 കാര്യങ്ങൾ ഒരു അബ്ദ്, 3 ഭാഗങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് അള്ളാഹുമായിട്ട് അവനക്ക് ബന്ധം വേണം. ഏതെങ്കിലും ഒരു വജ്ഹിലൂടെ അള്ളാഹുമായുള്ള ബന്ധം അവൻ ശരിയാക്കണം, മാനസികമായ ബന്ധം അവൻ ശരിയാക്കണം. ഏതെങ്കിലും ഒരു വജ്ഹിലൂടെ അവൻ അള്ളാഹുവിലേക്ക് തിരിയുന്നൊരു മനസ്സവനക്ക് ഉണ്ടാവണം. ഉബൂദിയ്യത്തിന്റെ അടയാളം വെളിവാക്കുന്ന കാര്യങ്ങൾ അവനിൽ നിന്ന് പ്രകടമാകണം. ബഹുമാനപ്പെട്ട ഷെയ്ഖ് സറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്, മഹദിയാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, നമുക്കറിയാം 29 വയസ്സേ ഫാത്തിമ ബീവി വഫാത്താകുന്ന സമയത്തുള്ളൂ. 29 വയസ്സാണ് മഹദിയാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്ന സമയത്ത് മഹദിക്കുള്ളത്. ആ 29 വയസ്സിന്റെ ഉള്ളിൽ ഖുത്ബാനിയത്തിന്റെ ഉന്നതമായ ദറജ അലങ്കരിച്ചു ആര്? മഹദിയാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളായി എന്നതുകൊണ്ട് മാത്രമല്ല ഫാത്തിമ ബീവി സ്വർഗത്തിലെ റാണിയായത്, സ്വർഗത്തിലെ തമ്പുരാട്ടിയായത്. മഹദിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവിയെ കുറിച്ച് പറഞ്ഞതെന്താ? അവരെ മൂടി ഒന്ന് ആയെങ്കിൽ ഞാനെന്ന് ആയിഷ ബിയന്ന് ആശാമോളിന്തോവർ. ഫാത്തിമ ബീവിയുടെ തലയിലെ ഒരു മുടി അത് ഞാനായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് മഹദിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിലപിക്കാറുണ്ടായിരുന്നു എന്ന് താരീഖിന്റെ കിതാബുകൾ നോക്കിയാൽ കാണാൻ കഴിയും. അന്ന് ഫാത്തിമ ബീവിക്ക് എത്ര പ്രായം? 20 ചില്ലാൻ വയസ്സുള്ള ഫാത്തിമ ബീവിക്ക്. ആ ഫാത്തിമ ബീവിന്റെ ഇബാദത്ത് കണ്ടിട്ട്, അള്ളാഹുവിലേക്കുള്ള തവജ്ജുഹ് കണ്ടിട്ട്, ഉബൂദിയത്തിന്റെ അടയാളം ഫാത്തിമ ബീവിയിൽ വെളിവായിട്ട് മഹദിയാകുന്ന ആയിഷ ബീവി പറഞ്ഞതാ, ആ ഫാത്തിമ ബീവിയുടെ തലയിലെ ഒരു മുടി അത് ഞാനായിരുന്നെങ്കിൽ എന്ന്. മഹദിയാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ രാത്രിയായിക്കഴിഞ്ഞാൽ ഉറങ്ങാതെ നിസ്കരിച്ചിട്ട് കാലും വന്ന് നീര് വരുമായിരുന്നു. പകല് മുഴുവൻ പണിയാണ്, കയ്യിലാകെ തഴമ്പാണ്, സഹായത്തിനാളില്ല. ഒറ്റക്ക് ആസുകല്ല് ഉരുട്ടി കയ്യിൽ തഴമ്പ് വന്ന് പകൽ മുഴുവൻ ജോലിയായിരിക്കും, അതുപോലെ തന്നെ നോമ്പായിരിക്കും. രാത്രി മുഴുവൻ നിസ്കാരമാണ്. ആ നിസ്കരിച്ച് കാലിൽ നീര് വരുവോളം മഹദിയാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് മഹദി അവറുകളുടെ മനാഖിബ് നോക്കിയാൽ കാണാൻ കഴിയും. എന്താണ്? അള്ളാഹു തന്നെ ഒരടിമയായി തിരഞ്ഞെടുത്തല്ലോ, അതിന് ഞാൻ ശുക്ർ ചെയ്യണ്ടേ? അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലിൽ നീര് വന്നിട്ട് സ്വഹാബത്ത് പറഞ്ഞില്ലേ, നബിയെ എന്താണ് ഇങ്ങനെ? അങ്ങ് അഷ്റഫുൽ ഖൽഖല്ലേ, അങ്ങ് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന ആളല്ലേ, അങ്ങ് നമ്പർ 1 അല്ലേ എന്ന് സ്വഹാബത്തിൽ കിറാം അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോൾ, അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ? ആയിഷ ബീവിയോട് പറഞ്ഞില്ലേ, ഞാൻ നന്ദിയുള്ളൊരു അടിമയാകണ്ടേ ആയിഷ? അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര കണ്ട് നമ്മിലേക്ക് അനുഗ്രഹങ്ങളുടെ കൂമ്പാരം നമ്മിലേക്ക് ചൊരിയുമ്പോ അതിൻ്റെ ആ ഒരു അനുഗ്രഹത്തിന് നന്ദി പറയുന്ന, ആ ഒരു അനുഗ്രഹത്തിന് നന്ദി പറയുന്ന ഒരു അടയാളം ഒരു അബ്ദിൽ നിന്നുണ്ടാകണം. അത് അല്ലാഹു തആലക്ക് വല്ലാതെ ഇഷ്ടമാണ്. ഇനി ഒന്നും വേണ്ട, നമ്മൾ എപ്പോഴും സഹായിക്കുന്ന ഒരാളുണ്ട്, നമ്മളെപ്പോഴും അദ്ദേഹത്തെ സഹായിക്കലുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ
നമ്മളെ സഹായിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? എന്നാലും അവനക്ക് നന്ദിയുണ്ട് കേട്ടോ. എത്രമാത്രം സന്തോഷം ഉണ്ടാകുക. ഒരടിമയിൽ നിന്ന് തൗബ വരുമ്പോൾ അള്ളാഹു താലാക്ക് എത്ര സന്തോഷമാണ്. ഒരടിമ നിസ്കരിക്കുമ്പോൾ അള്ളാഹു സന്തോഷിക്കുകയാണ്. ഇസ്തിഗ്ഫാർ ചെല്ലുമ്പോൾ അള്ളാഹു സന്തോഷിക്കുകയാണ്. തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത ഒരടിമയാണ്. അള്ളാഹു താല തിന്മ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അതിനെ ധിക്കരിച്ചുകൊണ്ട് തിന്മ ചെയ്തൊരു മനുഷ്യൻ. പക്ഷേ പിന്നെ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി തൗബ ചെയ്യുമ്പോൾ അള്ളാഹു താലാക്ക് അത് പെരുത്ത് ഇഷ്ടാണ്. അത്രമാത്രം അവന്റെ അടിമകളെ സ്നേഹിക്കുന്ന അള്ളാഹു. ആ അള്ളാഹു നമ്മളാകുന്ന അടിമയിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അടിമ എന്നിലേക്കൊന്ന് അടുത്തെങ്കിൽ, എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എന്നെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് അള്ളാഹു താല ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം നമ്മളെ മനസ്സിലുണ്ടാവണം. അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ് വേണം. അള്ളാഹു താലാക്ക് ഇബാദത്ത് ചെയ്യാനുള്ളൊരു മനസ്സ് വേണം. അള്ളാഹു താലാക്ക് ശുക്ർ ചെയ്യുന്നൊരു അടിമയായി നമ്മൾ മാറണം എന്ന ഒരു വലിയ സന്ദേശമാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു നമ്മോട് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹു താല സ്വർഗമൊക്കെ എക്സ്ട്രാ തരുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന സ്വർഗം നമുക്ക് എക്സ്ട്രാ അള്ളാഹുവിൻ്റെ മഹള് ഫദ്ല് കൊണ്ട് തരികയാണ്. നമ്മളെ ഇബാദത്ത് കൊണ്ടല്ല. നമ്മളെ ഇബാദത്ത് ഇപ്പൊ അള്ളാഹു താലാക്ക് ആവശ്യമുണ്ടോ? നമ്മളെ ഇബാദത്ത് ചെയ്തിട്ടേ അള്ളാഹു താലാന്റെ അധികാരം വലുതാവുള്ളൂ? അല്ല. പക്ഷെ അള്ളാഹു താലാക്ക് അവൻ അടിമയോടുള്ള ഇഷ്ടമാണത്. അപ്പോ ആ സ്വർഗം അള്ളാഹു താല നമുക്ക് നൽകുന്നത് അത് അള്ളാഹുവിന്റെ മഹ്ള് ഫദ്ല. ശരിക്കും നമ്മൾ എത്ര ഇബാദത്ത് ചെയ്താലും നമുക്ക് പ്രതിഫലം എന്ത് മതി? ആ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് മതി നമുക്ക് പ്രതിഫലമായിട്ട്. അള്ളാഹുവിന്റെ അടിമയായിട്ട് നമ്മളെ പരിഗണിക്കൽ മതി നമുക്ക് പ്രതിഫലമായിട്ട്. അതിന്റെ അപ്പുറത്തേക്ക് അള്ളാഹു നൽകുന്ന എന്തും ബോണസാണ്. അതാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നത്, കഫാ ബിൻ ജസാഇഹി ഇയ്യാക, പ്രതിഫലമായിട്ട് നിനക്ക് മതി അല ത്വാഅത്തി, ഇബാദത്തിന്റെ മേൽ, അൻ റളിയ ലക അഹ്ലാ, ആ ഇബാദത്തിനക്ക് അർഹനായി അള്ളാഹു നിന്നെ തൃപ്തിപ്പെട്ടു എന്നത് മാത്രം മതി, വേറൊന്നും വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയാകാനും അള്ളാഹു താലാക്ക് ധാരാളം ഇബാദത്ത് ചെയ്ത് അള്ളാഹു താലാന്റെ ഒരു മുഹിബ്ബാകാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.